ഹലോ ഗൈസ്, നമുക്ക് ഈ കാടമുട്ട റോസ്റ്റ് മെയിനായി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം വെക്കാം. അതിലേക്ക് ഇത്രയും കാടമുട്ടകൾ ഇട്ടുകൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ കാടമുട്ടകളായിട്ട് ഇട്ടുകൊടുക്കാം. ഇത് ഞാനല്ല ഇട്ടുകൊടുക്കുന്നത്, എൻ്റെ അമ്മയാണ്. കാരണം ക്യാമറ ഞാനാണല്ലോ, അതുകൊണ്ട് അമ്മയുടെ സഹായം തേടിയതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഓരോ മുട്ടകളായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ. അത് തിളക്കാൻ വെക്കാം. അപ്പം തള വന്നിട്ടുണ്ട്. എന്തായാലും കുറേ നേരം അതിനെ കാക്കണം, തിള എന്ത് വരാത്തീന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും തിള വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കാം, എന്നാലേ പെട്ടെന്ന് തിള വരുള്ളൂ. അതിനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അങ്ങനെ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു പാൻ എടുക്കണം. ആ പാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കാടമുട്ട, കറിവേപ്പില, സവാള, ചിക്കൻ മസാല അതൊക്കെ ചേർത്ത് കൊടുക്കണം. അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അതിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് നിങ്ങളുടെ കയ്യിൽ ഓയിലാച്ച ഓയിൽ, വെളിച്ചെണ്ണ വെളിച്ചെണ്ണ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പാൻ കുറച്ച് ചൂടായതിനു ശേഷം നമുക്ക് കാടമുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ കാടമുട്ട നമുക്ക് ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്തായാലും അതിന് കുറച്ച് വറവ് പോലെ വരണം, റോസ്റ്റായി വരണം. അതുവരെ നമ്മൾ ഇങ്ങോട്ടും ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കാടമുട്ട റോസ്റ്റായി വരുന്ന നേരത്ത് അതാ കാടമുട്ട റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റോസ്റ്റായി വരണം. എന്നിട്ടാണ് നമ്മളെ മറ്റേ ഇൻഗ്രീഡിയൻറ്റുകളൊക്കെ ചേർത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കാടമുട്ട അങ്ങനെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് അത് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഓയിൽ ഒഴിച്ച് വെക്കാം. ഓയിൽ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് കുറച്ച് ചൂടായി വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ. നല്ലൊന്ന് ചൂടായി വരണം, കരിയാൻ പാടില്ല. എന്നിട്ട് കുറച്ച് കരിഞ്ഞെന്നാലും നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇളക്കി കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഇളക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചിക്കൻ മസാല ഇതൊക്കെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു കുട്ടിനുള്ളിൽ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇളക്കി വെക്കാം. രണ്ടും കൂടി മിക്സാക്കി ഇളക്കാം. അപ്പോൾ നന്നായി ബീഫായിട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല സ്ലിമ്മിൽ വേണം ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കാൻ. അതിന് കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ കൂട്ടി ഒന്നും ഇടാൻ നിൽക്കണം കേട്ടോ. ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇടാനൊന്നും കാണിച്ചിട്ടില്ല, അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ആയതുകൊണ്ട് ഇപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്. സവാള ഇട്ടിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഫ്രൈ ആയി വരണം. എന്നിട്ട് വേണം നമ്മൾ കാടമുട്ട ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായി ഇളക്കി കൊടുക്കുക. എന്നാലും ഒരു ടേസ്റ്റ് തട്ടിക്കടയത്തൊക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനായിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കാടമുട്ട നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ രണ്ടും എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യാം, നന്നായി മിക്സ് ചെയ്ത് കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.